Hi guys, I am Prithvi from Prithvi's Journey. ഇന്ന് നമ്മൾ എവിടെയല്ലെന്ന് വിചാരിച്ചാൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ മധുര വരെ അമൃത എക്സ്പ്രസിൽ പോകാൻ പോവുകയാണ് യാത്ര. അതും പുതിയ പാമ്പൻ പാലം വഴി. ഈ ട്രെയിൻ 17-ാം തീയതിയാണ് രാമേശ്വരം വരെ എക്സ്റ്റെൻഡ് ആക്കിയത്. ഇന്ന് നമ്മൾ അതിൽ ട്രാവലോടെ അമൃത എക്സ്പ്രസിന് റേക്ക് ഷെയറിംഗ് കോൺസെപ്റ്റ് ഉണ്ട്. ആ റേക്ക് ഷെയറിംഗ് കോൺസെപ്റ്റ് പറഞ്ഞത് ഇവിടുന്ന് അമൃത എക്സ്പ്രസ് രാവിലെ രാമേശ്വരം എക്സ്പ്രസ് ആയിട്ട് വന്നാലേ ഇത് തിരിച്ച് റേക്ക് ഷെയറിംഗ് ആയിട്ട് ചെന്നൈ എഗ്മോറിലേക്ക് പോകും. ബോട്ട് മെയിൽ ആയിട്ട് ചെന്നൈ എഗ്മോറിലേക്ക് പോകും. പിന്നെ ചെന്നൈ എഗ്മോറിൽ നിന്ന് രാമേശ്വരം വന്ന ബോട്ട് മെയിൽ എക്സ്പ്രസ് ഇത് തിരിച്ച് തിരുവനന്തപുരത്തിലേക്ക് പോകും. അതാണ് റേക്ക് ഷെയറിംഗ്. പിന്നെ അമൃത എക്സ്പ്രസ് മധുരയിലേക്ക് കിട്ടിയിരിക്കുന്ന കോച്ച് S11 കോച്ചാണ്. ഇതാണ് നമ്മുടെ കോച്ച്. നമുക്ക് കിട്ടിയിരിക്കുന്ന S11 കോച്ചിൽ 56 സൈഡ് അപ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്. 56 കിട്ടിയിരിക്കുന്നത് സൈഡ് അപ്പർ. ബാക്കി തന്നെ നമുക്ക് ഭാഗ്യത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സീറ്റ് കിട്ടി. അതും പാമ്പൻ വ്യൂ, പാമ്പനും പിന്നെ റോഡും വരുന്ന സ്ഥലം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ തന്നെ കിട്ടിയിരിക്കുന്നു. നമ്മുടെ അമൃത എക്സ്പ്രസ് ഇവിടുന്ന് രാമേശ്വരത്തിൽ നിന്ന് പുറപ്പെടുന്നത് 1:30-ക്കാണ്. ഉച്ചക്ക് 1:30-ക്ക് പുറപ്പെട്ട് തിരുവനന്തപുരം രാവിലെ 4:15 ആവും തിരുവനന്തപുരം എത്തും എന്നാണ് ഇതിന്റെ ഷെഡ്യൂൾ. ഈ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തിൽ നീട്ടിയതിന് നല്ല ബെനിഫിറ്റ് ആണ്. പറഞ്ഞാൽ ഈ ആലുവ എറണാകുളം സൈഡിൽ വരുന്നവർക്ക് ഇത് ബെസ്റ്റ് ഷൂട്ടാണ് ഈ ട്രെയിൻ. ഈ പളനി വഴി, പൊള്ളാച്ചി പളനി പിന്നെ രാമേശ്വരം വരുന്നവർക്ക് ഇത് ബെസ്റ്റാണ് ഈ ട്രെയിൻ. ഫൈനലി നമ്മൾ ട്രെയിൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടായി ഗൈസ്.
ഗൈസ് നമ്മുടെ ട്രെയിൻ ഇപ്പം പാമ്പൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് കഴിഞ്ഞപ്പാട് അടുത്ത് പാമ്പൻ റെയിൽവേ ബ്രിഡ്ജാണ്, വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. നമ്മുടെ അമൃത എക്സ്പ്രസ് ഇപ്പം വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോകുന്നതാണ്. ഗായ്സ് നമ്മുടെ അമൃത എക്സ്പ്രസ് ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് രാമേശ്വരം പാമ്പൻ ബ്രിഡ്ജിലേക്ക് കയറാൻ പോകുന്നതാണ് ഗായ്സ്. എന്തൊരു വണ്ടർഫുൾ കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത്. നോക്കിക്കോ ഗായ്സ്. നമ്മുടെ ട്രെയിൻ കയർ അടിച്ചിട്ട് ഇപ്പം കയറുന്നതാണ് ഗായ്സ്. നമ്മുടെ ട്രെയിൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ഇന്ന് കയറുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പഴയ പാലം, നമ്മുടെ രാമേശ്വരം പഴയ പാലം. ഇപ്പം റൈറ്റ് സൈഡിൽ നമ്മുടെ ട്രെയിൻ പോകുന്നതാണ് ഇപ്പൊ പുതിയ പാലം. നമ്മുടെ ട്രെയിൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. വമ്പൻ കാറ്റുണ്ട് ഗൈസ് ഇവിടെ, അതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പൊ സ്ലോ ആയിട്ട് പോകുന്നത്. നോക്കിയാ ഗൈസ്, മറ്റേ പാമ്പൻ റോഡ് പാലത്തിൽ കുറെ ടൂറിസ്റ്റ് പീപ്പിൾ നിന്ന് ട്രെയിൻ പോകുന്ന കാണുന്നു. നോക്കിയാ ഗൈസ്, എന്തൊരു മനോഹരമായല്ലേ. ഗൈസ്, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏപ്രിൽ 6-ാം തീയതി ഇനോഗ്രേറ്റ് ചെയ്തത്. Wow, what a wonderful. കുറെ ബോട്ടൊക്കെ അങ്ങ് നിൽക്കുന്ന കാഴ്ച കാണാം ഗൈസ്. Okay guys, ഇപ്പം ട്രെയിൻ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നത് ഗൈസ്.
ഇപ്പം കുറച്ച് സ്പീഡ് എടുത്ത് പോകുന്നുണ്ട് ഗൈസ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ മുന്നിൽ തമിഴ്നാട് TNSTC ബസ് പോകുന്ന കാണാൻ കഴിച്ചാൽ കാണാൻ ഗൈസ്. ഗൈസ് നല്ലൊരു സ്പീഡിൽ തന്നെയാണ് ഇന്ന് അമൃത എക്സ്പ്രസ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജിന് കടത്തിയത് ഗൈസ്. പകുതിക്ക് സ്ലോ ആയിരുന്നു, പിന്നെ ഫാസ്റ്റ് എടുത്തു ഗൈസ്. നമ്മുടെ രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന്റെ മെയിൻ്റനൻസ് ഇത് ചെന്നൈന്റെ റൂട്ട്മേഡ് എക്സ്പ്രസിന്റെ പരീക്ഷാണിംഗ് അല്ലേ, അതുകൊണ്ട് നമ്മുടെ അമൃത എക്സ്പ്രസ് ചെന്നൈയിലേക്ക് കൈകാര്യം. പണ്ട് ഈ തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ് വന്ന് തിരുവനന്തപുരം ഡിവിഷനായിരുന്നു മെയിൻ്റനൻസ്. ഇപ്പം അത് ചെന്നൈയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം ഇത് ചെന്നൈയിലേക്ക് മാറി ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇപ്പം രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. രാമേശ്വരം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പായ രാമനാഥപുരം സ്റ്റേഷൻ. സ്ലീപ്പറൊക്കെ അത്രക്ക് തിരക്കില്ല, രാമേശ്വരം തൊട്ട് അത്രക്ക് തിരക്കില്ല. അല്ലെങ്കിൽ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ഭയങ്കര തിരക്കാണ്. മറ്റേ മധുരൈ വരെ ദിണ്ടുക്കൽ, മധുരൈ ദിണ്ടുക്കൽ പളനി വരെ അൺറിസർവ്ഡ് ഫുള്ളും തിരക്കാണ് ഗൈസ്. ഗൈസ് പകുതിക്ക് രാമനാഥപുരം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ തുടങ്ങുകയാണ് ഗൈസ്. ഈ ട്രെയിൻ ഒരു എക്സ്പ്രസ് കാറ്റഗറി ആയതുകൊണ്ട് ഇതിന് സ്റ്റോപ്പ് ഉള്ളത് രാമേശ്വരം വിട്ട് രാമനാഥപുരം, പിന്നെ പറമക്കുടി, പിന്നെ മാനാമധുര, പിന്നെ നേരെ മധുര ജംഗ്ഷനിലേക്കാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ രാമനാഥപുരം എത്തിയത് 2:25 2:13 എത്തേണ്ടതാണ്. അത് 12 മിനിറ്റ് ഡിലേ ആയിട്ട് 2:25 എത്തിയത്. നമ്മുടെ ട്രെയിൻ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടായി ഗൈസ്. 2:27 പുറപ്പെടായിരിക്കുന്നു ഗൈസ്.
ഇന്ന് നമ്മുടെ ലോക്കോ വാപ്പ് ഫോർ ലോക്കോ ആണ്. ഇന്ന് നമ്മളെ രാമേശ്വരം നിന്ന് മധുരയിലേക്ക് പുൾ ചെയ്യുന്നത് വാപ്പ് ഫോർ ലോക്കോ ആണ്. അമൃത എക്സ്പ്രസിന്റെ ഹിസ്റ്ററി പറയട്ടെ. ഇതിന് സ്റ്റാർട്ടിങ് ഫസ്റ്റ് തിരുവനന്തപുരത്ത് പാലക്കാട് ടൗൺ വരെയാണ് ഇത് ഓടിയത് അമൃത എക്സ്പ്രസ്. പിന്നീട് പൊള്ളാച്ചിക്ക് എക്സ്റ്റെൻഡ് ആയി. പിന്നെ തിരുവനന്തപുരം പൊള്ളാച്ചി വരെയാണ് അമൃത എക്സ്പ്രസ് ഓടിക്കുന്നത്. പിന്നെ 2017 ഇത് അമൃത എക്സ്പ്രസ് പിന്നെ മധുരയിലേക്ക് എക്സ്റ്റെൻഡ് ആയി. പിന്നെ മധുരയിലേക്ക് എക്സ്റ്റെൻഡ് ആയപ്പോൾ ഇത് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ 2025 ഒക്ടോബർ 17 ഇത് രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ആയത്. പിന്നെ രാമേശ്വരം തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസ് ആയിട്ട് മാറിയത്. നമ്മുടെ ട്രെയിൻ 18 മിനിറ്റ് ഡിലേയോടെ പറമ്പക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പൊ ടൈം 2:55 നമ്മുടെ ട്രെയിൻ ഇപ്പം പറമ്പക്കുടി സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. 2:38 എത്തേണ്ടതാണ് ഗൈസ്. ഇതിപ്പം 18 മിനിറ്റ് ഡിലേയിൽ 2:55 ആകുമ്പോൾ നമ്മുടെ ട്രെയിൻ പറമ്പക്കുടി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പറമ്പക്കുടി സ്റ്റേഷൻ ഇപ്പം ഡെവലപ്മെന്റിലാണ്. അമൃത് ഭാരത് സ്കീം ഡെവലപ്മെന്റ് ആണ്. കുറെ പാസഞ്ചേഴ്സ് ട്രെയിനിൽ കയറാനായിട്ട് നിൽക്കുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ ട്രെയിൻ 2:57 ആകുമ്പോൾ പറമ്പക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്.
WDG4 ഇവിടെ നമ്മൾ ഗുഡ്സിനെ ഫുൾ ചെയ്യാനായിട്ട് പറമ്പക്കുടി സ്റ്റേഷനിൽ എത്തുന്നതാണ് കാഴ്ച ഗൈസ്. നമ്മുടെ ട്രെയിൻ പറമ്പക്കുടി സ്റ്റേഷനിൽ ഡിപ്പാർട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അടുത്ത ഡെസ്റ്റിനേഷനായ മാനാമംഗലം ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കോമ്പോസിഷൻ പറഞ്ഞാൽ മുമ്പിലും ബാക്കിലും രണ്ട് സെൻട്രൽ കമ്പാർട്ട്മെന്റും പിന്നെ രണ്ട് SLRT കോച്ചും പിന്നെ 12 സ്ലീപ്പർ കോച്ചും പിന്നെ ഒരു സെക്കൻഡ് AC കോച്ചും പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് AC കോച്ചും പിന്നെ 3 തേർഡ് AC കോച്ചാണ് ഈ ട്രെയിനിലുള്ളത് നമ്മൾ അമൃത എക്സ്പ്രസ്സിൽ. നമ്മുടെ ട്രെയിൻ ഇപ്പം മാനാമധുര റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ടൈം 3:16 ആകുന്നതിലും ഇപ്പം നമ്മുടെ ട്രെയിൻ മാനാമധുര ജംഗ്ഷൻ എത്തി ഗൈസ്. ഈ മാനാമധുര സ്റ്റേഷൻ ഇതൊരു മെയിനായ സ്റ്റേഷനാണ്. ഇവിടുന്ന് കുറെ ലൈനൊക്കെ പിരിയുന്നുണ്ട്. ഒന്ന് കാരക്കുടി ലൈന്, പിന്നെ തിരുനഗർ, പിന്നെ അരുപ്പുകോട്ടை ലൈനിലേക്ക് പിരിയുന്നുണ്ട്, പിന്നെ നേരെ മധുര ലൈന്. നമ്മുടെ ട്രെയിൻ കേവ് അടിച്ച് ഇപ്പം മാനാമധുര സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഗൈസ് കുറെ അണ്ടേഴ്സും പാസഞ്ചേഴ്സും വെയിറ്റ് ചെയ്യുന്നു കാണാം ഗൈസ്. പളനിയിലേക്ക് പോകുന്നു. ഒരു 5 മിനിറ്റ് ഹാൾട്ട് ഉണ്ട് ഗൈസ് നമ്മുടെ ട്രെയിനിന്. രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്സിന് മാനാമധുര ജംഗ്ഷൻ 5 മിനിറ്റ് ഹാൾട്ട് ഉണ്ട് ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇപ്പം മാനാമധുര ജംഗ്ഷനിൽ ഇപ്പം പുറപ്പെട്ടു ഗൈസ്. 3:23 പുറപ്പെട്ടു ഗൈസ്. 7 മിനിറ്റ്സ് ഡിലേ ആണ് വരുന്നത്. 3:16 ഇവിടെ വന്നു. ഇപ്പം 3:23 ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടായി ഗൈസ്. അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മധുര ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. टीटीएन बगला किलोमीटर
ഗൈസ് നമ്മുടെ ട്രെയിൻ ഇപ്പം സിലമാൻ സ്റ്റേഷൻ കഴിഞ്ഞു ഗൈസ്. സിലമാൻ സ്റ്റേഷൻ കഴിഞ്ഞോടെ നമ്മുടെ അമൃത എക്സ്പ്രസ് മധുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുറത്ത് നോക്കിയ കാലാവസ്ഥ മാറി ഗൈസ്. മധുരയിൽ ഇപ്പം മഴയാണ് ഗൈസ്. നമുക്ക് കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഗൈസ്. ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് കാഴ്ച കാണാം ഗൈസ്. മഴ ഇപ്പൊ എങ്ങനെ വരുന്ന നോക്ക് ഗൈസ്. നമ്മൾ മധുര എത്തുമ്പോൾ മിക്കവാറും മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അടിപൊളി കാഴ്ചയല്ലേ ഗൈസ്. മഴയത്ത് ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊരു കാഴ്ച, മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇപ്പം മധുരൈ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പം മധുരൈ ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അവസാന റെയിൽവേ സ്റ്റേഷനാണ് മധുരൈ ജംഗ്ഷൻ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങും. പിന്നെ ഈ ട്രെയിൻ മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തിലേക്ക് പോകും. മധുരൈ ജംഗ്ഷൻ്റെ അടുത്ത് സിഗ്നലിനായിട്ട് നമ്മുടെ ട്രെയിൻ ഇപ്പം നിൽക്കുന്നതാണ്. ഇപ്പൊ സിഗ്നൽ കിട്ടിയാൽ നമ്മുടെ ട്രെയിൻ മധുരൈ ജംഗ്ഷനിലേക്ക് വിടും. ഇപ്പം മധുരൈ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പാർട്ടായി ഇപ്പം മധുരൈ ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗൈസ് മധുരൈ ജംഗ്ഷനിൽ എത്തുമ്പോൾ നല്ലൊരു ചാകൽ മഴയോടെ നമ്മൾ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എന്തൊരു കാഴ്ചയിലത് മലയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ. ഗൈസ് നമ്മുടെ ട്രെയിൻ ഇപ്പം മധുരൈ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. സോറി ഗൈസ്, ഇന്ന് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മധുരൈ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന്റെ വീഡിയോ നമ്മൾ മധുരൈ ജംഗ്ഷൻ വരെ എത്തി. ഇവിടുന്ന് വ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.